ഹലോ ഫ്രണ്ട്സ്, ഡി ക്യു മലയാളം ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഡി ക്യു വാട്സപ്പ് 27ാമത്തെ വീഴ്ച വാട്സപ്പാണ്. ഇപ്പോൾ ഒരു അടിപൊളി വാട്സപ്പാണ് ഫ്രണ്ട്സ്. പുതിയതായിരിക്കും വീഡിയോ അവിടെ ചുവന്ന ബട്ടൺ ക്ലിക്കും ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ എനേബിൾ ആക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടിക്കൊണ്ട് നിൽക്കും. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, അതേപോലെ തന്നെ ഡി ക്യു വാട്സപ്പ് 26ാമത്തെ വീഴ്ച വാട്സപ്പ് ഗൂഗിളിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ 27ാമത്തെ വീഴ്ച വാട്സപ്പ് വന്നു. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്തതാണ് ഗൂഗിളിൽ വരുന്നത് വരെ. പക്ഷേ വാട്സപ്പ് വന്നില്ല. എൻ്റെ വെബ്സൈറ്റ് ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ഗൂഗിളിൽ വന്നിട്ടില്ല. 27ാമത്തെ വേർഷൻ ഗൂഗിളിൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ 26ാമത്തെ വേർഷൻ ഞാൻ ഗൂഗിളിൽ വന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ 27ാമത്തെ വേർഷൻ വന്നിട്ടില്ല. ഇത് കണ്ട് ഫ്രണ്ട്സ്, 26ാമത്തെ വേർഷൻ വാട്സപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും. ഇതേപോലെ 27ാമത്തെ വേർഷൻ വാട്സപ്പും ചിലപ്പം ഗൂഗിളിൽ വരുന്നതായിരിക്കും. എൻ്റെ വെബ്സൈറ്റ് ഒരു ചെറിയൊരു പ്രോബ്ലം പറ്റിയിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് വാട്സപ്പ് വന്നിട്ടില്ല 27ാമത്തെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾക്ക് അനുസരിച്ച ടൈമിൽ കണ്ട് നേരെ വീഡിയോയ്ക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ ഞാൻ ഏതൊക്കെ ബട്ടൺ ഓൺ ആക്കണം, ഏതൊക്കെ ഓൺ ആക്കണ്ട ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഡി പി ഇത് പെർമനൻ്റ് സെറ്റ് അല്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ വന്നിട്ട് വൈറസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ വൈറസ് ബട്ടനെ ഞാൻ ഓൺ ആക്കിയില്ല. പക്ഷേ ഈ വൈറസ് ഒന്നും ലാഗ് ചെയ്യില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് വൈറസ് ബട്ടൺ ഒന്നും സെറ്റ് ചെയ്യാത്ത മുമ്പ് എനിക്ക് ഈ വൈറസൊക്കെ നല്ല ലാഗ് ഉണ്ടായിരുന്നു. ഞാൻ വൈറസ് ബട്ടനെ ഓൺ ആക്കിയില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ പ്രൈവസിയൊക്കെ ഇങ്ങനത്തെ ഒരു പ്രൈവസിയാണ്. കണ്ടോ ഫ്രണ്ട്സ്, ഞാൻ വൈറസ് ബട്ടനെ ഓൺ ആക്കിയില്ല. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓൺ ആക്കി ഇടുക. പിന്നെ അതേപോലെ തന്നെ ഈ ഫോട്ടോ വൈറസ് ഈ ബട്ടൺ നിങ്ങൾ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ കാണിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളത് ഓഫാക്കി ഇടുക. നിങ്ങൾക്ക് വേണം പറഞ്ഞാൽ നിങ്ങൾ ഓൺ ആക്കി ഇട്ടാൽ മതി. അതേപോലെ തന്നെ ഇത് ഓൺ ആക്കി ഇട്ടാൽ നമ്മൾ എന്താ പറയുക, മെൻഷൻ ചെയ്യുമ്പോൾ ഈ സംഭവം കാണിക്കുക. അത് കാരണം കൊണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ആക്കിയാൽ മതി, ഇല്ലെങ്കിൽ ഓഫാക്കി ഇടുക. പിന്നെ ബിഗ് പേജ്, ലിങ്ക് വൈറസ്, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ ഓണാക്കി ഇടുക. പിന്നെ അതേപോലെ തന്നെ റീമോഡ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓണാക്കി ഇടുക. പിന്നെ ലൊക്കേഷൻ, ഡൊമിനൻ്റ്, പിന്നെ ഈ ബട്ടൺ ഇത് നിങ്ങൾ ഓണാക്കി വരണം കേട്ടോ. അത് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് മാത്രം ഞാൻ ഈ ബട്ടൺ മാത്രം ഓണാക്കിയിട്ടുള്ളൂ. കണ്ടോ ഫ്രണ്ട്സ്, ഇതെങ്ങനെയായി പോവും ഇങ്ങനത്തെ ഈ വൈറസൊക്കെ. അത് ഏത് വൈറസാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യുക. ഇങ്ങനത്തെ വൈറസാണ്. അപ്പോൾ നിങ്ങൾ ഈ ബട്ടൺ ഓൺ ആക്കിയിട്ട് ഇങ്ങനത്തെ വൈറസ് വരുമ്പോൾ നമ്മൾക്ക് ഒരു എന്താ പറയുക, നല്ലൊരു ലാഗ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ ബട്ടൺ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് 0 ലാഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങളത് ഓഫ് ചെയ്തിട്ട് അത് ഓൺ ആക്കിയിടുക. പിന്നെ ഫ്രണ്ട്സ്, അതേപോലെ തന്നെ 10 സ്റ്റൈല് വെച്ചിട്ടുണ്ട്. അതിന് ഹോമിലാണ്. ഹോമിൽ പോവുക. എന്താ കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഇവിടെ ഓണാക്കിയ ശേഷം ഇവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്റ്റൈല് വർക്കിംഗ് ആവുകയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഡി പി എങ്ങനെ മാറ്റുക ഞാൻ പറഞ്ഞുതരാം. ഇതവിടെ നിങ്ങൾക്ക് ഇതെങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം കളറ് അവിടെ പോയ ശേഷം ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഫോട്ടോ നിങ്ങളുടെ ഗാലറിക്ക് പോകുന്നതായിരിക്കും. ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ക്ലിക്ക് ചെയ്ത്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾക്ക് ഇവിടെ വന്നിട്ടില്ല. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്യുക. കണ്ട ഫ്രണ്ട്സ്, ബാക്ക്ഗ്രൗണ്ട് ഡി പി മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഡി പി വെച്ചോട്ടെ. അതാണ് ഞാൻ പെർമനൻ്റ് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്യാത്തത്. പിന്നെ വന്നിട്ട് ഇൻസ്റ്റാ ടിക്ക് സ്പീഡ് എല്ലാം ഉണ്ട് വാട്സപ്പിൽ. പിന്നെ ആഡ് അക്കൗണ്ടും ഇല്ല. അത് അടുത്ത വാട്സപ്പിൽ ഞാൻ ആഡ് അക്കൗണ്ടൊക്കെ ഞാൻ സെറ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഡി പി നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഡി പി ഒക്കെ വയ്ക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, വാട്സപ്പിൽ ഇത്രയേ ഉള്ളൂ ഫീച്ചർ. പിന്നെ വന്നിട്ട് ഫ്രണ്ട്സ്, നിങ്ങൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ക്രാഷ് വരുന്നതായിരിക്കും. അപ്പോൾ അതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക. ഫ്രണ്ട്സ്, ഇത് 28ാമത്തെ വാട്സപ്പിൻ്റെ പ്രൈവസിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ട് നിങ്ങൾ പറയണം.
അടിപൊളിയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.